മലയാളത്തിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ചില വിപരീത പദങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ വിപരീത പദങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചേ മതിയാകൂ. അപ്പോൾ നമുക്ക് ഈ വിപരീത പദങ്ങളൊന്ന് നോക്കാം. വളരെ കുറച്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വിപരീത പദങ്ങളും മറ്റും നമുക്ക് ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് തുടക്കം എന്ന നിലയിൽ കുറച്ച് വിപരീത പദങ്ങൾ പഠിച്ചു വെക്കാം. ദൂരെ എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് ചാരെ. ദൂരെ എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് എന്ത്? ചാരെ. നിന്ദ എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് സ്തുതി. നിന്ദിക്കുക, സ്തുതിക്കുക, കേട്ടിട്ടില്ലേ? അപ്പോൾ ദൂരെ എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് ചാരെ. നിന്ദ എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് സ്തുതി. ഊഷരം, ഉർവരം. ഊഷരം, ഉർവരം. ഊഷരം എന്ന് വെച്ചാൽ എന്താ? വരൾച്ച. അപ്പോൾ ഊഷരത്തിൻ്റെ വിപരീത പദമാണ് ഉർവരം. ഊഷരം, ഉർവരം. വ്യായാമം, വ്യായാമത്തിൻ്റെ വിപരീത പദമാണ് വിശ്രമം. എന്താണ്? വ്യായാമത്തിൻ്റെ വിപരീത പദമാണ് വിശ്രമം. അനന്തം, അനന്തമായത്. അതിൻ്റെ വിപരീത പദം എന്താ? അന്തം. അനന്തം, അന്തം. അനന്തത്തിൻ്റെ വിപരീത പദമാണ് അന്തം. ഐച്ഛികം, അതിൻ്റെ വിപരീത പദമാണ് നിർബന്ധിതം. ഐച്ഛികത്തിൻ്റെ വിപരീത പദം എന്താണ്? നിർബന്ധിതം. ഐച്ഛികം, നിർബന്ധിതം. അരികെ, അരികയുടെ വിപരീത പദം എന്താ? എല്ലാവർക്കും അറിയാം, അകലെയാണ് അരികയുടെ വിപരീത പദം. അരികെ, അകലെ. അരികയുടെ വിപരീത പദമാണ് അകലെ. സൗമ്യം, തീഷ്ണം. സൗമ്യത്തിൻ്റെ വിപരീത പദം എന്താണ്? തീഷ്ണമാണ്. സൗമ്യം, തീഷ്ണം. അതുപോലെ ഫലം എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് നിഷ്ഫലം. ഫലത്തിൻ്റെ വിപരീത പദം എന്താണ്? നിഷ്ഫലം. വിഫലം, വിഫലത്തിൻ്റെ വിപരീത പദമാണ് സഫലം. വിഫലത്തിൻ്റെ വിപരീത പദം എന്താണ്? സഫലം. അതുപോലെ തന്നെ രസം, രസത്തിൻ്റെ വിപരീത പദമാണ് നീരസം. രസത്തിൻ്റെ വിപരീത പദമാണ് നീരസം. നമുക്കിതൊന്നും കൂടി നോക്കാം. ദൂരെ, ചാരെ. നിന്ദ, സ്തുതി. ഊഷരം, ഉർവരം. വ്യായാമം, വിശ്രമം. അനന്തം, അന്തം. ഐച്ഛികം, നിർബന്ധിതം. അരികെ, അകലെ. സൗമ്യം, തീഷ്ണം. ഫലം, നിഷ്ഫലം. വിഫലം, സഫലം. രസം, നീരസം. അപ്പോൾ ഇത്രയും വിപരീത പദങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. കൂടുതൽ വിപരീത പദങ്ങളും അതുപോലെ ഒറ്റപ്പദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.